നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സ്വപ്നതുല്യമായ തുടക്കം ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. പറയുന്ന നേട്ടങ്ങൾ, വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന അവസരങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ആഗ്രഹങ്ങൾ നടന്നു കിട്ടണമെന്നില്ല. ഓരോ സമയവും അനുകൂലമായി വരുമ്പോൾ മാത്രമേ ആ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളൂ. സാമ്പത്തികപരമായിട്ട് പലരും കഷ്ടപ്പെടാറുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടിൻ്റെ വേദന, അതിൻ്റെ ആഴം, ഇതൊക്കെ ആരും തന്നെ പറയാതെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. വളരെ നാളുകളായി അധ്വാനിച്ചും അതിനുവേണ്ടി കഷ്ടപ്പെട്ടും രാപ്പകലില്ലാതെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടും കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മാത്രം മിച്ചമായി വരുന്ന ആളുകൾക്ക്, ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കത്തുന്ന സൂര്യനെ പോലെ പ്രകാശപൂരിതമാകുന്ന ഒരു സമയം വന്നിരിക്കുന്നു. ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യും. ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരും. രാജാവിന് തുല്യമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആവോളം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ഈ വിധത്തിൽ ഐശ്വര്യ ലബ്ധി വന്നു ചേരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രം തന്നെയാണ്. മകം നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യ ഗുണം എന്ന് പറയുന്നത്, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അസുഖങ്ങൾ, ശാരീരിക അവശതകൾ, അത് പ്രായമായിട്ടുള്ള അവശതകളല്ലാതെയും ചെറുപ്പക്കാർക്ക് പോലും ചില ഘട്ടങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചികിത്സിച്ചിട്ട് മാറാതെ നിൽക്കുന്ന ചില അസുഖങ്ങൾ, എപ്പോഴും ക്ഷീണം, ശാരീരികമായി ഒന്നിനും വയ്യാത്ത ഒരു സാഹചര്യം, ഇതൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോഴുള്ള സമയം അനുകൂലമായി വന്നു ചേർന്നുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ചികിത്സകളൊക്കെ ഫലിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ പതുക്കെ പതുക്കെ അലിഞ്ഞില്ലാതാകുന്ന അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. സന്തോഷവും സമാധാനവും ഒക്കെ അവർക്ക് ഇതിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കും. ശാരീരിക അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ശ്രദ്ധ ഉണ്ടാവുകയില്ല. ജോലിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ മനസ്സമാധാനമില്ലാതെ പരിഭ്രാന്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ ഒരു അവസ്ഥ മറികടക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ള അനുകൂലമായ സ്ഥിതിയിൽ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മകം നക്ഷത്രക്കാർ ജീവിതത്തിൽ പല കടമ്പകളും കടന്നുകൊണ്ട് ആരോഗ്യപൂർണമായിട്ടുള്ള പൂർണ്ണ വിധത്തിൽ ശാരീരിക സൗഖ്യം വന്നു ചേരുന്ന സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിലിൽ അഭിവൃദ്ധി വന്നു ചേരും. തൊഴിൽപരമായിട്ട് പല കഷ്ടതകൾ, തൊഴിലിനു വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, തൊഴിൽ ലഭിക്കാത്ത ആളുകൾ ഇപ്പോൾ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ, അതിൽ വിജയിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. പ്രശ്നങ്ങൾ എന്ത് തന്നെയായിക്കൊള്ളട്ടെ, ആ പ്രശ്നങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കും. ഈശ്വരവിധി ഇവരുടെ കൂടെ വന്നു ചേരുന്നു. രാജയോഗ തുല്യമായിട്ടുള്ള രാജാവിനെ പോലെ രാജയോഗ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത്, അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. നിത്യ ദർശനം വളരെ കെങ്കേമമായിരിക്കും. പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും, അത് തിങ്കളാഴ്ച ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മഹാദേവനെ സംബന്ധിച്ച് ഈ ഒരു ദിവസം ഭഗവാന് വഴിപാടുകളൊക്കെ ഒന്ന് അർപ്പിച്ചു നോക്കൂ. ജീവിതത്തിൽ പല മാറ്റങ്ങൾ, ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ പടിപടിയായി വന്നു ചേരുന്നത് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഇവർ ഒരുപാട് അധ്വാനിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി ഒരുപാട് കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് ഇതുവരെ ഒരു ഗുണം ലഭിച്ചിട്ടില്ല. ഇനി എന്നാണ് ആ ഗുണം ലഭിക്കുക എന്ന് മനസ്സിൽ എപ്പോഴും വഴി പറഞ്ഞു നിൽക്കുന്ന ആളുകളാണോ, ഇപ്പോൾ ആ സമയം വന്നിരിക്കുന്നു. അധ്വാനത്തിന് ഫലം വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം ലഭിക്കാനുള്ള അവസരങ്ങളും വന്നിരിക്കുന്നു. ഈ നാളിൽ പിറന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പടിപടിയായുള്ള മാറ്റങ്ങൾ, ഗുണപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ജോലി ലഭിക്കാതെ എന്ത് സാമ്പത്തികമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. നല്ലൊരു ജോലി ലഭിക്കുകയും അതിലൂടെ സാമ്പത്തിക പരാധീനതകൾ, കടബാധ്യതയൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം
ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. പൂരം നക്ഷത്രക്കാർ, അവർക്ക് ശാരീരിക ഗുണവും മാനസിക ഗുണവും വർദ്ധിച്ചു കാണുന്നു. മനസ്സിനെ ആവലാതിപ്പെടുത്തുന്ന ഒരു വാർത്തകളും ഇവർക്ക് കേൾക്കേണ്ടി വരില്ല. ഒന്നിനു പുറകെ ഒന്നായി ഗുണഫലങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഇവർ രക്ഷപ്പെടുന്ന ഒരു പ്രതീതി അവരുടെ ജീവിതത്തിൽ ആദ്യം തന്നെ വന്നു ചേരും. അതിലൂടെയാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തേടിയെത്തുക. ഇവരും ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ചെയ്ത് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള വഴിപാടുകളോ ഇഷ്ടവഴിപാടുകളോ ചെയ്യുക. മനസ്സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ജീവിത പ്രയാസങ്ങൾ അനുഭവപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പുതുവെളിച്ചം തന്നെ വന്നു ചേരുന്നു. ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്നതിനും കർമ്മഗുണങ്ങൾ പൂർണ്ണതോതിൽ അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു. ഇവർക്ക് സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ തെളിഞ്ഞുവെത്തുന്നു. പ്രത്യേകിച്ചും ഇവർ ചെയ്യേണ്ടത് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക, അനാവശ്യ ചെലവുകൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് വലിയ ബാധ്യതകൾ വിളിച്ചു വരുത്തുന്ന അവസരങ്ങൾ ഉണ്ടാകും. ഇവരും ശിവക്ഷേത്ര ദർശനം നടത്തുക. ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ജീവിത പ്രയാസങ്ങൾ, ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല വെല്ലുവിളികൾ, ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് വിചാരിച്ചു നിൽക്കുന്ന, അന്താളിച്ചു നിൽക്കുന്ന, ജീവിതം ഗംഭീരമാണെന്ന് പറഞ്ഞ് ജീവിതം ഒരു ചുക്കുമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും, ഈ ഒരു സമയത്താണ് അവർക്ക് ഒരു അനുകൂലമായ ഒരു വാർത്ത കേൾക്കുക. ആ വാർത്ത അത് ഒരു അവസരമായിട്ട് അവർക്ക് മാറ്റപ്പെടുന്നു. ഒരു അവസരം അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മെച്ചമായ ഒരു അവസ്ഥകൾ, മാറ്റത്തിന്റെ തിരികൊളുത്തുന്ന ഈ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അനുഭവിച്ചു തീർത്ത ഒരു കാലഘട്ടം, കൈപ്പേറിയ ഒട്ടേറെ അനുഭവങ്ങൾ അനുഭവിച്ച് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച സമയത്ത് തന്നെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഈശ്വരന്റെ ഒരു കടാക്ഷം കൊണ്ട് സാധിക്കുന്നു. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അനുഭവിച്ച കാര്യമൊന്നും ഇനി അനുഭവിക്കേണ്ടി വരില്ല. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം തന്നെ എത്തിയിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഒരുപാട് അവരുടെ തലയ്ക്ക് മുകളിൽ നിന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ തലവര മാറ്റും എന്നല്ല, പലതും നഷ്ടപ്പെടുത്തും എന്നതാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. തലവര തെളിയുക അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. മനസ്സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുകയില്ല എന്നെല്ലാം മനസ്സിൽ ആദ്യമായി വിചാരിച്ചിരുന്ന ആളുകളാണ് അശ്വതി നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കത്തുന്ന, മിന്നുന്ന വേഗതയിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക വിധകളൊക്കെ മാറും. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും. മികച്ച അവസരങ്ങൾ, ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പലർക്കും അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആ അവസരങ്ങൾ പൂർത്തീകരിക്കാനും അത് ഉപയോഗപ്പെടുത്താനും സാധിക്കാറില്ല. ഇവർക്ക് ഈ ഒരു അവസരം, കിട്ടിയ അവസരം, ഒറ്റ അവസരത്തിൽ തന്നെ അവർക്ക് ജീവിത വിജയം നേടാനുള്ള സാഹചര്യങ്ങളും എത്തിയിരിക്കുന്നു. പ്രധാന മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സൗഭാഗ്യം ഇവർക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഒത്തിരി കാലമായിട്ട് അവർ ആഗ്രഹിച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടുവരുന്നു. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് തലവര തെളിഞ്ഞ ഒരു കാലം തന്നെയാണ്. വിചാരിച്ച കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയം. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ അവരുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടു എന്ന് വേണം കരുതാൻ. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും അനുഗ്രഹവും നല്ല കാലം പിറക്കാൻ പോകുന്നതിൻ്റെ സൂചനകളും ലഭിക്കും. വിധി ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരും. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അതുവഴി മാറ്റപ്പെടുന്നു. കാര്യസിദ്ധിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ദുഃഖങ്ങൾ നീങ്ങി സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർന്ന വരുമാനവും ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ മഹാദേവ ക്ഷേത്ര ദർശനത്തിൽ ഇവർക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും. വഴിപാടുകൾ സമർപ്പിക്കുക. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും എണ്ണം പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അഭിവൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഏറ്റവും അനുകൂലമായ ഭാഗ്യമായിട്ട് ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. വീടിൻ്റെ അടുത്ത് മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നിത്യ ദർശനം അല്ലെങ്കിൽ അവിടെ സമയം കിട്ടുമ്പോഴോ മാസത്തിൽ ഒരിക്കലെങ്കിലും
അവിടെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് തൊഴാൻ ശ്രദ്ധിക്കണം. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ പോകുന്ന ഒരു സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടുവരും. ദുർഘടങ്ങളൊക്കെ മാറും. സമയമാറ്റത്തിന്റെ ഒരു കാലഘട്ടമാണ്. പ്രയാസമൊക്കെ മാറി ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഭഗവാനെ വിളിക്കുന്ന മാത്രയിൽ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. അതിനുള്ള അവസരം ഈശ്വരൻ കൊണ്ടുവരുന്നു. ജീവിതത്തിലെ ദുഃഖങ്ങൾ തീരുമെന്ന് വളരെ ഉറപ്പോടുകൂടി തന്നെ മനസ്സിൽ വിചാരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വിഷമിക്കാതെ ഒരുപാട് മനസ്സമാധാനം വന്നു ചേരുന്ന വാർത്തകളും അതിനുള്ള അവസരങ്ങളും എത്തുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് മാനസിക വ്യതകൾ ഒരുപാട് ഇവരെ തളർത്തി കളഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ കുത്തിനോവിക്കുന്ന വാക്കുകളാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യവും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കളിയാടി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക നേട്ടമൊക്കെ ഇവർക്ക് ലഭിക്കും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.